ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 ഫേസ് DB വെച്ചിട്ട് അതിൽ നിന്ന് പൈപ്പുകൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ 3 ഫേസ് DB വെച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വരുന്ന സർക്യൂട്ടുകൾ കാര്യങ്ങൾ ഏകദേശം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു 1200 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളിലേക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 10 1 ഇഞ്ച് പൈപ്പെങ്കിലും നമ്മൾ വരുന്നുണ്ട് DBയിലേക്ക് വരുന്നുണ്ട്. അത്രയും സർക്യൂട്ട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് 2, 4, 5 എണ്ണം ഈ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ റൂം, ഒരു 2 റൂമും കിച്ചണും അതുപോലെ തന്നെ ലിവിങ് ഏരിയയും വരുന്നതുകൊണ്ട് ആ സൈഡിലേക്കാണ് കൂടുതൽ പോകുന്നത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പൈപ്പ് എക്സ്ട്രാ പോകുന്നുണ്ട്. ആ പൈപ്പ് പോകുന്നത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കുള്ള ഏരിയകളിലേക്കുള്ള റൂമുകളിലേക്കായിട്ടാണ് പോകുന്നത്. അങ്ങനെ 2 സെക്ഷനുകളിലേക്കായിട്ടാണ് പോകുന്നത്. അത് വെച്ചിരിക്കുന്നതെല്ലാം തന്നെ 4 വെച്ച് കറക്റ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. 4 PVC വെച്ചാണ് പോകുന്നത്. അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ വലിക്കുമ്പോഴും അതുപോലെ തന്നെ ജംഗ്ഷനുകളിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വയർ വലിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ആ 4 വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഒരു പോയിൻ്റായിട്ട് യൂസ് ചെയ്യാം. ട്യൂബ് വെക്കുന്നതിനോ ഫാൻസി വെക്കുന്നതിനോ അല്ലെങ്കിൽ 6-4 വെച്ചിരുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ ഫാൻസിൽ വെക്കുന്നതിനോ ഒരു ട്യൂബ് ലൈറ്റ് കൊടുക്കുന്നതിനോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്ത സ്ഥലങ്ങളിലേക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും. അതായത് ഈ 6-4 കയറ്റിയതിന് ശേഷം അടുത്ത സെക്ഷൻ, അതായത് നമ്മുടെ ഈ ലിവിങ് ഏരിയയിൽ വരുന്ന മെയിൻ സർക്യൂട്ട് 1 ഇഞ്ച് പൈപ്പ് നേരെ താഴേക്ക് ഇറക്കി പിന്നെ അതിൻ്റെ ബാക്ക് തുളച്ച് 6-4 ബാക്ക് തുളച്ചിട്ടാണ് നേരെ അടുത്ത റൂമുകളിലേക്ക് പോയിരിക്കുന്നു. പിന്നെ അതിൽ നിന്നും നേരെ അടുത്ത സെക്ഷനിലേക്ക്, അതിൽ നിന്ന് വരുന്നിരിക്കുന്ന അടുത്ത സെക്ഷനിലേക്ക് പോയിരിക്കുന്നു. അടുത്തത് നേരെ പോകുന്ന കിച്ചണിൻ്റെ ഏരിയകളിലേക്കെല്ലാം പോയിരിക്കുന്നു. ഇത് നേരെ വന്നതിന് ശേഷം നമുക്കൊരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയും അപ്പുറത്തെ റൂമുമായിട്ട് ഒരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൻ്റെ എല്ലാ പൈപ്പുകളെല്ലാം തന്നെ, സീലിംഗ് ഉദ്ദേശിച്ച് നമ്മുടെ ഫാനൊക്കെ വരുന്നത് നേരത്തെ തന്നെ സീലിംഗ് പൈപ്പ് ഇട്ടുണ്ടാവും. അതെല്ലാം ആ ബോക്സിലേക്ക് ലിങ്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് നമ്മുടെ അടുത്ത സെക്ഷനിലേക്കാണ്. ഇതെല്ലാം പോകുന്നത് ഒരു ആവറേജ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 ജംഗ്ഷനുകൾ, അത് മെയിനായിട്ട് ആ ഏരിയകളിൽ വരുന്ന ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു 4 ജംഗ്ഷൻ കൊടുക്കുക. ആ 4 PVC ജംഗ്ഷൻ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ലിങ്ക് ചെയ്തതിന് ശേഷം അടുത്ത റൂമിലേക്കുള്ള സർക്യൂട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ ബാക്ക് തുളഞ്ഞ് കയറാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട 1 ഇഞ്ച് പൈപ്പ്. അപ്പോൾ നമ്മൾ DBയിൽ നിന്ന് വന്നിരിക്കുന്ന പൈപ്പുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്ന ഓരോ റൂമിലേക്കും അതുപോലെ സ്ഥലങ്ങളിലേക്കും കയറുന്നു. എന്നാൽ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പൈപ്പോ വയറ് വലിച്ച് കൊണ്ടുപോകുന്നതിന് വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയയിലുള്ള ഒരു ബാത്റൂമുണ്ട്, അതിൻ്റെ അകത്തേക്കാണെങ്കിലും മുകളിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഇപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ 2 റൂമും ഒരു ലിവിങ് ഏരിയയും ഒക്കെ വരുന്നുണ്ട്. അത് നേരെ ഒരെണ്ണം നമ്മുടെ ടിവിയുടെ ഏരിയ വരുന്നുണ്ട്, അതിലേക്ക് കൊടുത്തു. ബാക്കി 2 എണ്ണം നേരെ ഭിത്തി തുളച്ച് തൊട്ടപ്പുറത്ത്, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടോ, ഇവിടെ സെൻറ്ററിൽ ഒരു ഭിത്തി വരുന്നുണ്ട്. ആ ഭിത്തി തുളച്ച് നേരെ വരുന്നത് നേരെ നമ്മുടെ മെയിൻ ഏരിയയിലേക്കാണ്. ഈ മെയിൻ ഏരിയയിലേക്ക് വരുന്ന സർക്യൂട്ടാണ് ഈ കാണുന്നത്. നേരെ വന്നതിന് ശേഷം നമുക്ക് എവിടേക്കാണോ ബോക്സുകൾ ആവശ്യമുള്ള അവിടേക്ക് എല്ലാം കൊടുത്തതിന് ശേഷം ലിങ്ക് ചെയ്ത് വരുന്നത്. ഈ തുളഞ്ഞ് വന്നിരിക്കുന്നത് നേരെ വന്നതിന് ശേഷം ഇവിടെ നമ്മളൊരു 4 PVC കൊടുത്തു. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ മെയിനായിട്ട് വരുന്ന ഒരു 18 ഒരു ബോക്സിലേക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ഫ്രണ്ടിലെ ഏരിയകളിൽ വരുന്ന അവിടെയൊക്കെയാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് റൂമുണ്ട്, ആ റൂമിലേക്കും തുളഞ്ഞ് അപ്പുറത്തെ ലെവലിലേക്ക് ഒരു 1 ഇഞ്ച് പൈപ്പ് പോകുന്നു. അപ്പോൾ നമ്മുടെ DBയിൽ നിന്ന് പൈപ്പുകളെല്ലാം ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ DBയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പൈപ്പ് കൊണ്ടുപോകാമെന്നും എങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്യൂട്ടുകൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.